എന്തോന്ന് ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വരാം. ചേച്ചിക്ക് ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാ. അയ്യോ, ഞാൻ ഭയങ്കര ആരാധിക്കുക കേട്ടോ. എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട്. എന്നെ മനസ്സിലായോ? വേഷമൊക്കെ കണ്ടിട്ട് നമ്മുടെ അറിയത്തില്ല. എല്ലാ സിനിമ കണ്ടിട്ട് നമ്മളെ പരിചയമില്ല അല്ലേ? ഒരു ഫോട്ടോ എടുക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. എടുക്കാം. ഓക്കെ. അയ്യോ, എന്നാലും ഞാനിവിടെ നല്ല ഫോമില്ല കേട്ടോ. ആ പെണ്ണ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ ഉടനെ അങ്ങ് വിളിക്കുമല്ലേ. പിന്നെ ചേട്ടാ, ഈ പ്ലാസ്റ്റിക് വെള്ളമല്ല, നിങ്ങൾ കുടിച്ചാൽ ഉടനെ കവറിനകത്താക്കി അവിടെ എവിടെയും കൊണ്ടുവരണം. നിങ്ങളാണ് ഇവിടെ മൊത്തം വൃത്തിയാക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന കുഴപ്പമില്ലല്ലേ? അയ്യോ എടുക്കല്ലേ. ഭാര്യയും മക്കളൊക്കെ ഉള്ള അങ്ങനെ കുടുംബം നിന്ന് നശിപ്പിക്കല്ലേ പെണ്ണ. മാറങ്ങോട്ട്. ചേച്ചി, ഈ പ്ലാസ്റ്റിക് ഞാൻ എടുത്തോട്ടെ? പ്ലാസ്റ്റിക് അല്ല, ജീവനുള്ളത് തന്നെ. ജീവനുള്ളതാണോ? അനങ്ങായിരുന്നപ്പോ ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ആണ്. ക്ഷമിക്കണേ. കുപ്പിയുടെ എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് വയ്യ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഈ ഫോണില് ക്ലാരിറ്റി ഇല്ല. ഫോണുണ്ടോ? ഒന്ന് എടുത്തേക്ക്. ഒരു സെൽഫി എടുക്കാമോ പ്ലീസ്? ഇവിടെ ഇരിക്കുന്ന കുഴപ്പമില്ലല്ലോ? ആണോ? ഓക്കെ. ഞങ്ങള് ഈ കോട്ടൊക്കെ ഇട്ട് ചവറ് പറക്കുന്ന എന്താ നോണ്ടിയില്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന വെച്ചില്ലേ? അവക്ക് ഇത്തിരി ഗ്ലാമർ ഇല്ല, അവളെ നീ നോണ്ടി. അപ്പൊ ഇത്രയും ചന്തമുള്ള ഞാൻ വന്ന് നീ കടിച്ചങ്ങ് തിരുമാറുന്നല്ലോ. നോണ്ടാ നിൽക്കുന്നു പെണ്ണുങ്ങളെ. പ്രാങ്കിയാക്കിയതാ ഞങ്ങള്. പേടിച്ചോ? അപ്പൊ ഒരു കാര്യം, ആ ഫോട്ടോ എനിക്ക് അയച്ചേക്കോ? ഫോട്ടോ അയക്കാൻ നമ്പർ ഉണ്ടോ? ചേച്ചി നമ്പർ ചോദിക്കും. ചേച്ചി ഇയാൾ നമ്പർ ചോദിക്കുമ്പോ ഞാൻ 93478905 പറയണം. അങ്ങനെയുള്ള പരിപാടി ഒന്നും നമുക്കില്ല കേട്ടോ. അയ്യോ, ഇത് കൊടുക്കുന്നതല്ലേ ചേച്ചി കുഴപ്പം. ഇന്ന് ഞാനിപ്പോ നമ്പർ കൊടുത്തു. ഈ പുള്ളിക്കാരൻ രാവിലെ ഒരു ഹായ് ഇടും. അത് കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് ഒരു ഹൂയി ഇടും. ഇത് കഴിയുമ്പോ ഒരു മഞ്ഞ കളറിലുള്ള ലവ് ചിഹ്നമുള്ള കണ്ടില്ലേ, അതിടും. പിന്നെ ഇടും. അടുത്ത് ചോദിക്കുന്നത് എന്താ അറിയോ? ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ എന്താ? കാണുങ്ങൾക്ക് ഈ ഒരൊറ്റ സ്ക്രിപ്റ്റേ ഉള്ളോ? വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേ നിങ്ങൾക്ക്? ഒന്ന് അയച്ചു നോക്കെ, എന്റെ കയ്യിൽ വേറെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഈ ആണുങ്ങൾ കാണുമ്പോ എന്തൊരു ഇത്ര ചാട്ടം നിനക്ക്? ഞാൻ എനിക്ക് ഇത്രയും വയസ്സായല്ലോ, ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു വിധവയെ പോലെ ജീവിക്കുന്ന. കല്യാണം കഴിക്കാത്ത വിധവയോ? അല്ല, പതിവ്രത. ചേച്ചി എന്തായാലും ഒരു കല്യാണം കഴിക്കണം ചേച്ചി. ഓ, അതിന്റെ കാര്യമല്ലല്ലോ ചേച്ചി. ഇന്നോ നാളെ എന്ന് പറഞ്ഞ് ഇരിക്കുമല്ലയോ? ഒരു കല്യാണം കഴിഞ്ഞാല് ചേച്ചിക്ക് ഇതേ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഞാനും എന്റെ ഭർത്താവും കൂടെ ഊട്ടി, കൊടൈക്കനാല്, മൂന്നാർ ഇവിടെ ഒക്കെ ഹണിമൂണ് പോണം. പിന്നെ ഇതുവരെയും പോവാത്ത പോലെ. എന്തോന്ന്? അല്ലല്ല, സ്ഥലങ്ങൾ ഇതുവരെ പോയിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞതായിരുന്നു. കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് മൂടില്ലായിരുന്നടി. പണ്ട് മൂടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആവരുതോ? അതല്ല, എന്നെ കെട്ടിച്ചൂടെ എന്റെ തന്തയ്ക്ക് മൂടില്ലായിരുന്നു. തന്തയ്ക്ക് മൂടില്ല, മോളെ കെട്ടിക്കുന്നതിന് തന്തയ്ക്കാണോ മൂട്? എത്രയും പെട്ടെന്ന് ചേച്ചി കല്യാണം കഴിക്കണേ വെച്ചാൽ ആഗ്രഹം ഉണ്ടടി. നല്ല കൊട്ടും കുരവയും താളമേളവും 4 ആൾക്കാരൊക്കെ കൂട്ടി കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. ചേച്ചി ഇത്രയും വെച്ചിട്ട് 4 ആളെ അറിയിക്കാൻ നിൽക്കണ്ട, രഹസ്യമായിട്ട് അങ്ങ് കെട്ട്. അല്ലേ ചേച്ചി, ഇതാണ് ഈ മാലിന്യ സംസ്കാര കേന്ദ്രം. സംസ്കാര കേന്ദ്രവും അല്ല, ഈ വേസ്റ്റ് ഒക്കെ നമസ്കരിക്കുന്ന സ്ഥലം. എടി, സംസ്കരിക്കുന്ന സ്ഥലം. എന്റെ പൊന്നുമോളെ, ഇത് അതല്ല. ഈ വീട്ടിൽ ആൾ താമസം ഇല്ലാത്ത വീടാണ്. അപ്പൊ നമ്മൾ ചവറൊക്കെ കൊണ്ട് ഇവിടെ കൂട്ടി വെക്കും. ആഴ്ചയിൽ ഒരിക്കൽ ലോറി വരും, അതങ്ങ് കൊണ്ടുപോകും. അങ്ങനെ അല്ലേ? അപ്പൊ ചേച്ചി ഇതാ, ഇത് ഈ വേസ്റ്റ് എന്താ ഇവിടെ നിറഞ്ഞു? അപ്പുറത്ത് തട്ട്. കുഴപ്പമൊന്നും അങ്ങോട്ട് തട്ട്. ആളില്ലാത്ത വീടെല്ലാം കൂടെ തട്ട്. I am doing my job. ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതാ. നിങ്ങൾ ആരാണെന്നാണ് ചോദിച്ചത്? പച്ചപ്പടയാളുകളുടെ ക്യാപ്റ്റനാണോ മാഷേ? മാഷ്? നീ ആരടാ? ഞാൻ ആരാണ്? ഞാൻ ഈ വീടിന്റെ പുതിയ ഉടമസ്ഥൻ. പിന്നെ ഭയങ്കര ഉടമസ്ഥ. മുതലാളിമാരെക്കാളും ബ്രോക്കർമാരുണ്ടാവുന്ന നാടാ ഇത്. ഉടമസ്ഥ അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മൾ ആരാണ്? പച്ചപ്പടയാളുകളുടെ ക്യാപ്റ്റനാണോ മാഷേ? അയ്യോ, ഒരു ഭയങ്കര ക്യാപ്റ്റൻ വന്നേക്കുന്നു. നിനക്ക് ഈ പെണ്ണ ഇവരെ എന്തോന്നടിയവന്? നിങ്ങൾ ആരാ ഇത്? ഞാൻ പറഞ്ഞേക്കാം, ഞാനാണ് ഈ വീട് പുതിയതായിട്ട് വാങ്ങിച്ചാള്. ഈ വേസ്റ്റ് ഒക്കെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? വേസ്റ്റ് ഒക്കെ ഞങ്ങൾ അടുത്ത ആഴ്ച മാറ്റിക്കോളാം. എന്റെ പൊന്നു സാറേ, അല്ല വരുത്തന്മാർ വന്ന് ഞങ്ങൾ അങ്ങനെ ചൂടാവെന്നും വേണ്ട കേട്ടാ. സംസാരിക്കേണ്ട കാര്യമില്ല. ആര് പറഞ്ഞു ഞാൻ വരുത്തനാണെന്ന്? ഞാൻ വരുത്തനല്ല. 1982 ലൂതറൻ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചവനാണ് ഞാൻ. അതും സൂസമ്മ ടീച്ചറിന്റെ ക്ലാസ്സിൽ. ഈ ലൂതറൻ ചൂളിൽ ഞാനും സൂസമ്മ സാറിന്റെ ക്ലാസ്സിൽ പഠിച്ചവൻ തന്നെടോ മാഷ്. പാടി വേണ്ട അങ്ങോട്ട്. പിന്നെ അവൻ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. വാവേ പൊന്നു.
ഞാൻ കേറ്റി. ശംഭു പിപി കേറ്റി. പിപി. കണ്ണാടം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം, ചക്കര മാവിൻ ചോട്ടിൽ കൊത്തൻ കല്ലാടാമെന്നും ആലിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം. എന്റെ മുന്നിൽ ഗിരിജ, എന്നെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാതിരിക്കും? ഹൈസ്കൂൾ വരാന്തയിലൂടെ ചുവന്ന നിക്കറിട്ട് പോകുന്ന പൊടിമീശക്കാരനെ മറക്കാൻ പറ്റും എനിക്ക്? എന്റെ നിക്കറിന്റെ കളർ വരെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? ആ സ്കൂളിൽ തേഞ്ഞ് കീറിയ നിക്കറുള്ളത് പൊന്നിന് മാത്രമല്ലേ? അതും 2 ഓട്ടയുള്ള നിക്കറ് ആമ കൂളിംഗ് ഗ്ലാസ് വെച്ചതുപോലെ ഇരിക്കും. നിനക്കൊരു കാര്യം അറിയാമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം 10ാം ക്ലാസ്സിൽ ഞാൻ തോറ്റു. പിന്നെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഞാനും അമ്മയും കൂടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ തോറ്റ വിഷമത്തിന് അമ്മ എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി. അയ്യോ. പിന്നെ വരുന്ന ഓരോ ട്രെയിനിലും ഞാൻ എന്റെ അമ്മയെ തിരക്കി. അമ്മ, അമ്മ, അമ്മ. ഇതുപോലെ സഹായ സഹകരണങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ നേരെ മുംബൈയിലേക്ക് അങ്ങ് പറന്നു. അല്ലാണ്ട് പിച്ചെടുത്ത് മുമ്പേ പോയിന്ന് പറയരുത് കേട്ടോ. അങ്ങനെയും പറയാം. അങ്ങനെ മുംബൈയിലെത്തിയതിനു ശേഷം രക്ഷപ്പെടണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റും. അങ്ങനെ ഞാൻ കുറെ കാശുണ്ടാക്കി. ബിസിനസ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ കള്ളവണ്ടി കയറി ഞാൻ ഊട്ടിക്ക് പോയി. അയ്യോ, അവിടെ ചെന്ന് ഞാനൊരു ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്? ഐസ്ക്രീം കച്ചവടം. ഊട്ടിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്. പക്ഷെ എന്താ സംഭവം അറിഞ്ഞൂടാ? ബിസിനസ് പൊളിഞ്ഞു. പൊളിയേണ്ടതല്ലല്ലോ. അല്ല അങ്ങനെ അല്ല. വീണ്ടും രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പൈസ സമ്പാദിച്ചു. ഞാൻ നേരെ കള്ളവണ്ടി കയറി നേരെ പഞ്ചാബിലെത്തി. അവിടെ ചെന്ന് MBBS എടുത്തു. MBBS എടുത്തോ? യെസ്, മാസ്റ്റർ ഓഫ് ബാർബറിംഗ് ആൻഡ് ബാച്ചലർ ഓഫ് ഷേവിംഗ്. ബാർബർ ഷോപ്പ് വെച്ച്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. രക്ഷപ്പെടാനുള്ള മോഹം അതിയായി മനസ്സിലേക്ക് വന്നു. അമേരിക്കയിലെത്തി. അമേരിക്കയിൽ ചെന്നു ഞാനൊരു കല്യാണം കഴിച്ചു. പുള്ളി സന്തോഷകരമായ ജീവിതം കിട്ടിയില്ല, ചേച്ചി കരയുന്ന എന്തിന്? അമേരിക്കയിൽ നിന്ന് വന്നതിന്റെ വല്ലതും കിട്ടുമോ നോക്കട്ടെ. അമേരിക്ക ജോലിയൊക്കെ ആയിരുന്നല്ലേ? പിന്നെ ജോലിയായിരുന്നു. വൈഫിന് നല്ല ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഭാര്യ എന്ത് ചെയ്യുന്നു? മിണ്ടാതിരുന്ന ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ അടിച്ച് ചൗക്കല് പൊളിച്ചു. പക്ഷെ രാവിലെ ഒരു 9 മണി ടൈം ആവുമ്പോൾ ഞാൻ നേരെ വാഷിംഗ്ടണിലേക്ക് ഇറങ്ങും. എന്നിട്ട് എപ്പോ അലക്കി തീരും? നീ കൂടുതലുണ്ടെങ്കിൽ ഒരു 5 കഴിയും, അല്ലെങ്കിൽ നേരത്തെ കഴിയും. അല്ല, ഞാൻ നേരെ അവിടെ ഇറങ്ങും. പിന്നെ മനസ്സിലധികം വിഷമം വരുന്ന സമയത്ത് ഞാൻ നേരെ മിയ ബീച്ചിലേക്ക് പോകും. അവിടെ ആകുമ്പോ സായിപ്പന്മാരെ കുളിക്കുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം എനിക്ക് അവിടെ പട്ടാളത്തിൽ ജോലി കിട്ടി. അമേരിക്കൻ ആർമി. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ശബ്ദമായിരുന്നു അവിടെ. ഒരു മിസൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന് വലിയ ഒച്ചത്തിൽ പടക്കം പെട്ടതില്ല, അതിനെക്കാട്ടിലും വലിയ ശബ്ദം, സൗണ്ട്. അങ്ങനെ ഞാൻ നിൽക്കുകയായിരുന്നു. അമേരിക്കൻ പട്ടാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു തോക്കിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4 കിലോ 5 കിലോ. പക്ഷെ അമേരിക്കയിൽ അങ്ങനല്ല, 250-300 കിലോ ഒരു തോക്കിന്. അങ്ങനെ എല്ലാ ദിവസവും ഒരുപാട് ചാക്ക് ഞാനങ്ങ് ചുമന്ന്, തോക്ക് ഞാനങ്ങ് ചുമന്ന് അവിടെ കൊണ്ട് എത്തിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 100-200 ഒക്കെ ഒരു ദിവസം വേണ്ടി ചുമക്കുമെങ്കിലേ നാട്ടിൽ ലോഡിങ്ങിന്റെ മണിക്ക് ഇന്നാ പോരായിരുന്നോ? അവിടെ പോണോ? അമേരിക്കയിലെ ഫെസിലിറ്റി നമുക്ക് കിട്ടത്തില്ല. ഇന്ത്യ പട്ടാളത്തിൽ ചപ്പാത്തിയാണ് ഫുഡ്. പക്ഷെ അവിടെ അങ്ങനല്ല. അവിടെ എന്താ? ബർഗറും കടലക്കറിയും. കടലക്കറിയോ? നമ്മൾ നാട് വിട്ടു പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേശീയ ആഹാരം മറക്കരുത്. എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റിൽ ഞാൻ ഇവിടം വരെ എത്തി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പോകാൻ വാഹനങ്ങൾ കിട്ടിയില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ധർമ്മേന്ദ്രന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്തിട്ട് ഒറ്റ വെടി. ഈ സമയത്ത് ഒരു ബുള്ളറ്റ് വന്നു. ആ ബുള്ളറ്റിൽ കയറി ഞാനിങ്ങി വന്നു. ഈ ശബ്ദം കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം വരുന്നത്. അല്ല, അമേരിക്കയിൽ നിന്ന് വന്നിട്ടേ നമുക്കൊന്നും കൊണ്ടുവന്നില്ലേന്ന് ചോദിക്ക. എന്റെ ഭാവിക്ക് ഞാനൊന്നും കൊണ്ടുവരാതിരിക്കും. ഞാനല്ല, ഭാവിയല്ല, എനിക്ക് കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരും. ചേച്ചി, ഇത് പറയുന്നൊക്കെ സത്യമാണോ ചേച്ചി? എനിക്കറിയത്തില്ല. എങ്ങനെ നിങ്ങൾ സ്കൂളിൽ ഇത്ര നാൾ ഇതിനെ സഹിച്ച്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവ നിക്കറി മുള്ളിയും പൊട്ടത്തലം മാത്രമേ പറയുള്ളൂ. അമേരിക്കയിൽ നിന്ന് വന്നല്ലേ, വല്ലതും കിട്ടുമെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുന്നതെല്ലാം മാക്സിമം മേടിച്ചെടുത്തോളൂ കേട്ടോ. ആള് വരുന്ന കുട്ടിയല്ലായിരുന്നു എന്റെ അടുത്ത് ഗിഫ്റ്റ് ചോദിച്ചത്? അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ ഇത്? ടൈഗർ ബാം. അയ്യോ, കസ്റ്റംസുകാർ പിടിക്കാൻ മഹാഭാഗ്യം. വളരെ കഷ്ടപ്പെട്ടു. എന്റെ ഇന്ന് സ്വന്തമാക്കാൻ നോക്കി, പക്ഷെ ഞാൻ കൊടുത്തില്ല. ആണല്ലേ? ഇപ്പൊ കണ്ടവർക്ക് മാത്രമേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുള്ളൂ. പഴയ കളിക്കൂട്ടുകാർക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു കളിക്കൂട്ടുകാർക്ക് ഒന്നുമില്ലെന്ന്? ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. അയ്യേ, നിൽക്കണം, ഒച്ച നിൽക്കുന്ന വാവേ. എന്തോന്ന്? അങ്ങോട്ട് നോക്കൂ. അവിടെ ഒരാള് നിക്കല്ലേ, പിന്നെന്തിനും വേറൊരാള്? ഹലോ ലേഡി, അതല്ല.
സ്പ്രേ അടിച്ചതാണോ? പൊടി 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 ആ എന്തായാലും ഞാൻ സ്വർഗത്തിലെ കട്ടറുമ്പോ ആവുന്നില്ലേ. എന്നാ കുളിക്കാത്തപ്പോഴൊക്കെ അടിക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിന് നമ്മളൊരു ഡാൻസ് കളിച്ച് ഓർക്കുന്നുണ്ടോ? അയ്യോ ഞാൻ മറന്നു അത്. അയ്യോ മറന്നെങ്കിലും കുഴപ്പമില്ല. എനിക്ക് വേണ്ടിട്ട് അമേരിക്ക പോകുന്നിടത്ത് കുറച്ച് നല്ല ഓർമ്മകൾ കിട്ടുന്നതിന് വേണ്ടിട്ട് നമുക്ക് ഇന്ന് ആ ഡാൻസ് ഒന്ന് കളിക്കണം. എന്റെ പൊന്നു സ്റ്റെപ്പ് ഒക്കെ ഞാൻ മറന്നു പോയി. എന്നാലും കുഴപ്പമില്ല പൊന്നു, നമുക്ക് ആ ഡാൻസ് വേണം. പ്ലേ ദ മ്യൂസിക്. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.